നമ്മുടെ ശരീരത്തിൽ പ്രമേഹം ക്രമാതീതമായി വർദ്ധിക്കുകയും അത് 5-10 കൊല്ലം കൊണ്ട് നമ്മുടെ ശരീരത്തിലെ കിഡ്നി, രക്തക്കുഴലുകൾ, അതുപോലെ തന്നെ ഞരമ്പുകൾ, അതുപോലെ പ്രധാനപ്പെട്ട ധമനികൾ എന്നിവയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും മാരകമായ കിഡ്നി രോഗം, സമ്പൂർണ്ണമായ കാഴ്ചശക്തി നഷ്ടം, അതുപോലെ തന്നെ കാലിലേക്കുള്ള ഞരമ്പുകൾ, രക്തക്കുഴലുകൾ പോകുന്നത് കാരണം കാലിൽ വ്രണങ്ങളും അതുപോലെ തന്നെ കാൽവിരലുകൾ, കാൽപാദം എന്നിവ മുറിച്ചു മാറ്റേണ്ട ആംപുട്ടേഷൻസ് വരെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ പ്രമേഹം കണ്ടുപിടിക്കുകയും അതിന് ചികിത്സ എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇത്തരം വളരെ മാനസിക സമ്മർദ്ദവും അതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടവും ശാരീരിക പ്രശ്നവും ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷനെ നമുക്ക് പൂർണ്ണമായും തടയാൻ കഴിയും. Hi, I am Dr. Safir, consultant physician and diabetologist at Sabain Hospital, Thanur. നമുക്കറിയാം, ഇന്ത്യയിൽ പ്രമേഹ രോഗികൾ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു കണക്കനുസരിച്ച് 100-ൽ 11.4 പേർക്ക് പ്രമേഹമുണ്ട്. എന്താണ് പ്രമേഹം? നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഈ ഇൻസുലിൻ്റെ അളവും കുറവ് മൂലമോ പ്രവർത്തനക്കുറവ് മൂലമോ ശരീരത്തിൽ ക്രമാതീതമായി പഞ്ചസാരയുടെ അളവ് കൂടുകയും അതുമൂലം ഉണ്ടാകുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് ഡയബറ്റീസ്. പ്രമേഹം നേരത്തെ തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പ്രമേഹത്തിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് തടയാൻ കഴിയുന്നതാണ്. എന്തെല്ലാമാണ് പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ? പ്രധാനമായും 10 ലക്ഷണങ്ങളാണ്. ഒന്നാമതായി തുടരെയുള്ള മൂത്രമൊഴിക്കൽ. രണ്ടാമതായി അമിതമായ ദാഹം. മൂന്നാമതായി അമിതമായ വിശപ്പ്. നാലാമതായി അകാരണമായ ശരീരം മെലിച്ചിൽ. അഞ്ചാമതായി അതിയായ ക്ഷീണം. ആറാമതായി കാഴ്ച മങ്ങിച്ച. ഏഴാമതായി തുടരെയുള്ള അണുബാധകൾ, പ്രത്യേകിച്ചും ഫംഗസ്, അതുപോലെ തന്നെ മൂത്രത്തിൽ പഴുപ്പ്, ജെനൈറ്റൽ ഇൻഫെക്ഷൻസുകൾ. എട്ടാമതായി മുറിവുകൾ ഉണങ്ങാൻ സമയമെടുക്കൽ. ഒമ്പതാമതായി കഴുത്തിലും കക്ഷത്തിലും വരുന്ന കറുത്ത പാടുകൾ. പത്താമതായി കയ്യിലും കാലിലും വരുന്ന തരിപ്പ്, അതുപോലെ തന്നെ മുള്ളു കൊള്ളുന്നത് പോലുള്ള ഫീലിങ്സ്. എന്തുകൊണ്ട് പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങളെ നമ്മൾ നിസ്സാരമായി കാണരുത്? നമ്മുടെ ശരീരത്തിൽ പ്രമേഹം ക്രമാതീതമായി വർദ്ധിക്കുകയും അത് 5-10 കൊല്ലം കൊണ്ട് നമ്മുടെ ശരീരത്തിലെ കിഡ്നി, രക്തക്കുഴലുകൾ, അതുപോലെ തന്നെ ഞരമ്പുകൾ, അതുപോലെ പ്രധാനപ്പെട്ട ധമനികൾ എന്നിവയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും മാരകമായ കിഡ്നി രോഗം, സമ്പൂർണ്ണമായ കാഴ്ചശക്തി നഷ്ടം, അതുപോലെ തന്നെ കാലിലേക്കുള്ള ഞരമ്പുകൾ, രക്തക്കുഴലുകൾ പോകുന്നത് കാരണം കാലിൽ വ്രണങ്ങളും അതുപോലെ തന്നെ കാൽവിരലുകൾ, കാൽപാദം എന്നിവ മുറിച്ചു മാറ്റേണ്ട ആംപുട്ടേഷൻസ് വരെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ പ്രമേഹം കണ്ടുപിടിക്കുകയും അതിന് ചികിത്സ എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇത്തരം വളരെ മാനസിക സമ്മർദ്ദവും അതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടവും ശാരീരിക പ്രശ്നവും ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷനെ നമുക്ക് പൂർണ്ണമായും തടയാൻ കഴിയും.